ഹൂ ഈസ് മൈ ഫസ്റ്റ് ലവ്? 1ാം ക്ലാസ്സിലോ 3ാം അമ്മ പേരിന്റെ ആദ്യത്തെ ലെറ്റർ പറഞ്ഞു. അപ്പൊ നിങ്ങൾ പറയതിൽ ഏറ്റവും കൂടുതൽ ഇവർക്ക് ആർക്കാണ് എന്നെ അറിയാന്നുള്ളത്. എനിക്ക് തന്നെ ഇവർക്കൊന്നും എന്നെ കുറിച്ചൊന്നുമില്ല. ഐ ആം റീത്ത. എന്റെ അമ്മയ്ക്കാണോ എന്റെ ഭർത്താവിനാണോ എന്നെ കൂടുതൽ അറിയാന്നുള്ളത്? ഇവിടെ ഒരു ഉത്തരവില്ല. ഇവിടെ രണ്ടുപേർക്കും എന്നെ അറിയാൻ അനാഥയാണ് ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. ഞങ്ങള് 3 പേരുടെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണ്. അതാണ് ഇങ്ങനെ കുറിയൊക്കെ തൊട്ടിരിക്കുന്നത്. സോ ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിൽ പെട്ടെന്നുദിച്ച ഒരു ആശയമാണ്. ഹൂ നോസ് മീ ബെറ്റർ? എൻ്റെ അമ്മയ്ക്കാണോ എൻ്റെ ഭർത്താവിനാണോ എന്നെ കൂടുതൽ അറിയാന്നുള്ളത്. ഇതിൽ ആർക്കാണോ എന്നെ കൂടുതൽ അറിഞ്ഞുകൂടാത്ത അവർക്ക് ഇന്ന് ഓണമാണ്. ഓക്കെ, അറിയാവുന്നവർക്ക് ഗിഫ്റ്റ് ഉണ്ട്. അറിഞ്ഞൂടാത്ത ആൾക്കാരെ ഞാൻ ഇന്ന് രാത്രി ഉറക്കൂല. ഞാൻ പേത്തലട കണക്ക് ബഹളം വയ്ക്കും. ഓക്കെ, അപ്പൊ ഗൈസ് ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. സ്വന്തക്കാരിയല്ലേ ചണച്ചിരിക്കും. ഉന്നന പൊണ്ണ് ഉരത്ത ഞാൻ സാപ്പിടുற ദിനം ഇന്ന് ഇയാളെ ചാളൂനെ കാണുന്ന മതി. ഓക്കെ, ബ്ലഡ് ഗ്രൂപ്പ് ആണ്. ഓക്കെ, സോ ഗൈസ്, ഞാൻ ആദ്യം നമ്മൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, പിന്നെ ടഫ്. അതാണ് നമ്മുടെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. സോ ആദ്യം വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അറിയാന്നുള്ളവരെ ആദ്യം കൈ പൊക്കണം, അല്ല അവിടെ ഇവിടെ ഇരുന്ന് വിളിച്ച് പറയരുത്. കൈ പൊക്കണം, അങ്ങനെയാണ് പോയിന്റ്. ഓക്കെ, ഒരുമിച്ച് കൈ വയ്ക്കുക. ഞാൻ തീരുമാനിക്കുക ആര് പറയണോന്ന്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മൈ ഫേവറേറ്റ് മൂവി? ദൃശ്യം. ഓക്കെ, അമ്മ ഔട്ടെ. 1 2 അല്ല 5 3 അങ്ങനെ 5 4 3 2 1 0. ഇല്ല, ഈ അടുത്ത് ഞാൻ ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ കുറെ തവണ കണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 2 ഒരു 0 വട്ടപൂജ്യങ്ങള്. ഓക്കെ, ഗന്ധർവ. ഞാൻ ഗന്ധർവൻ. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ എന്റെ അടുത്ത് പറഞ്ഞിട്ടേ ഇല്ല. എനിക്കങ്ങനെ ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ പിന്നെ എല്ലാ സിനിമ ഇഷ്ടമാണ്. അപ്പൊ എല്ലാം അങ്ങനെ. പിന്നെ ഇത് എന്റെ ഹൂ നോസ് മീ ബെറ്റർ ആണ്. തന്റെ ഹൂ നോസ് മീ ബെറ്റർ നമുക്ക് അവിടെ പോയി അമ്മയെ ഞാനിവിടെ ചെയ്യാം. ഓക്കെ, അടുത്ത, വാട്ട് ഈസ് മൈ ഫേവറേറ്റ് ഫ്ലവർ? റോസ, പിച്ചി. അപ്പൊ എന്തിന് ഇങ്ങനെയൊക്കെ പറയണേ? ഫിഷി ഒരു ഓപ്ഷനേ ഉള്ളൂ. ഒരാൾ കൈ വെക്കിട്ടെന്നാ പറയാ. എന്തൊരു റോസ താൻ പറഞ്ഞു. അമ്മ എന്തൊരു പിച്ചിയാ? അല്ല, ഇതൊന്നുമല്ല എൻ്റെ ഫേവറേറ്റ് ഫ്ലവർ. എനിക്ക് അങ്ങനെ ഫേവറേറ്റ് ഫ്ലവർ ഇല്ല. എനിക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ മറ്റേ തോട്ടും കരയിൽ നിൽക്കണ കാക്കപ്പൂവും മഞ്ഞ കളറുള്ള ചെടി ഇങ്ങനെ പല്ലിൽ ഉരയ്ക്കുമ്പോഴത്തേക്ക് പല്ലൊരുമാതിരി മുക്കുറ്റിയാണ്. അത് മുക്കുറ്റിയല്ല, ഭയങ്കര പല്ലൊരുമാതിരി തരിക്കുക. അത് ഭയങ്കര ഇഷ്ടമാണ് ആ പൂവ്. ഓക്കെ, വാട്ട് ഈസ് മൈ ഫേവറേറ്റ് മൈ ഡ്രീം ട്രാവൽ ഡെസ്റ്റിനേഷൻ? കൈ വെക്കിയിട്ട് ഉത്തരം പറയണം, അല്ലെങ്കിൽ ഫ്ലോപ്പ്. ആദ്യം അമ്മയാണ് വയ്ക്കുക. പറ. ഇതൊക്കെ ഇവിടെ. അതായത് ഞങ്ങള് ഹണിമൂന് ഹോങ്കോങ് ആണ് പോയിരുന്നത്. പക്ഷെ അവിടെ മഴവെള്ളവും പൊക്കമൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് പിന്നെ പോവാൻ പറ്റിയില്ല. ഹോങ്കോങ്. അപ്പൊ അമ്മ തെറ്റ്. ഇവിടെ ഒരു ഉത്തരവില്ല. ഇവിടെ രണ്ടുപേർക്കും എന്നെ അറിയാൻ അനാഥയാണ് ഗൈസ്. പറ. കൊറിയ. അതായത് എന്റേത് വെനീസ് ആയിരുന്നു. പക്ഷെ എനിക്ക് സൗത്ത് കൊറിയ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. വാട്ട് ഈസ് മൈ ഫേവറേറ്റ് സീസൺ? അതായത് മഴ, മീൻസ് റെയിനി, ഓട്ടം, സമ്മർ, വിന്റർ. മഴ. അതെന്താ അങ്ങനെ പറയണ? അമ്മക്ക് എന്റെ അമ്മ, എന്റെ ഭർത്താവ് വിന്റർ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ശിശിരാലോണ വിന്റർ അല്ലല്ല, ശൈത്യം. മഞ്ഞുകാലവും എനിക്ക് ശിശിരകാലവും. ശിശിരകാലം. അപ്പൊ വിന്റർ ആണ്. ഉറങ്ങൂല എന്തായാലും. അത് പെൺമുടിയിലും അത്ര. വാട്ട് ഈസ് മൈ ഫേവറേറ്റ് ആനിമൽ? കൈ പൊക്കിട്ട് വേണം പറയാൻ.
Cat. അമ്മയെ കോപ്പി അടിച്ച് പറയാൻ പറ്റൂലേ? അമ്മ പറഞ്ഞിട്ടല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല, ക്യാറ്റാണ് ഗൈസ് എന്റെ ഫേവറേറ്റ് ആനിമൽ. എനിക്ക് പൂച്ചയും പട്ടിയും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ 1% എനിക്ക് പൂച്ച എടുത്താണ്. അതായത് എന്റെ വീട്ടിലെ കുഞ്ഞാത്തോളൊക്കെ ഇങ്ങനെ മണപ്പിക്കാൻ തന്നെ സുഗന്ധികളാണ്. ഓക്കെ, വാട്ട് ഈസ് മൈ ഫേവറേറ്റ് കളർ? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പോകണം. അപ്പൊ അമ്മ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞ് എനിക്ക് ഉത്തരവെന്ന് പറഞ്ഞത്. അപ്പൊ എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ചുമ്മാ ചോദിച്ചു എന്താണ് എൻ്റെ ഫേവറേറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു മിന്നാമിനിങ്ങിന്റെ മൂട്ടിയില്ല ആ വെളിച്ചോണ്ട് എനിക്ക് കളറാണ് ഭയങ്കര ഇഷ്ടമാണ്. വാട്ട് ഈസ് മൈ ഫേവറേറ്റ് കളർ? കൈ പൊക്കിയിട്ട് അമ്മ എന്തിനു പറഞ്ഞ? അമ്മ അയ്യോ, അങ്ങനെ ഒന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഗൈസ് ഐ എം എ സീസണൽ ഗേൾ. എനിക്ക് അങ്ങനെ സീസൺ അനുസരിച്ചാണ് ഞാൻ കളർ മാറണം. അപ്പൊ ഇത് അപ്പൂന്. അപ്പൊ അപ്പൂന് 2 പോയിന്റ്, എൻ്റെ അമ്മയ്ക്കും 2 പോയിന്റ്. അടുത്ത ഇനി ഇതെന്ന് പറയണമെങ്കിൽ ഈസി ആയിട്ടുള്ള. ഇനി അടുത്തത് കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഇവിടെയാണ് നിങ്ങൾ ടാസ്ക്. ഇതിലൊന്നും നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ നിങ്ങളെ രണ്ടുപേരും നീ ശരിയാക്കും. ഓക്കെ, വാട്ട് മേക്സ് മീ ഹാപ്പിയസ്റ്റ്? എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷാക്കുന്ന കാര്യം. കൈ പൊക്കിയിട്ട് വേണം പറയാൻ. അപ്പുവാണ് ആദ്യം കൈ വയ്ക്കുക. ഫുഡ് കഴിക്കണം. ഇഷ്ടമുള്ള ആഹാരം തന്നെ. ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാൻ നല്ല സന്തോഷം. എനിക്ക് സന്തോഷമുണ്ട്. എനിക്ക് അതിനേക്കാളും കൂടുതൽ സന്തോഷം എനിക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യാനാണ്. അതും മരങ്ങളും തണുപ്പ് കോടയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൂടെ ട്രാവൽ ചെയ്യാൻ എനിക്ക് ഇഷ്ടം. ആഹാരം ഓഫ് കോഴ്സ് ഇഷ്ടമാണ്. അപ്പൊ 2 പേർക്കും ഓരോ പോയിന്റ് വെച്ച്. അപ്പൊ 3-3. എന്റെ ഏറ്റവും വലിയ പേടി തന്നെ. കൈ പൊക്കിയിട്ടുണ്ട് പറയാം. ഇവിടെ അലമ്പ് പറ്റൂലേ? എൻ്റെ എൻ്റെ വേറെ എവിടെ ഇരിക്കണം. കയ്യൊന്നും പൊങ്ങല്ലേ? എന്തൊരു ഉറങ്ങി കിടക്കുമ്പോ പെട്ടെന്ന് ഒന്ന് വിളിക്കണത് എനിക്ക് ഏറ്റവും പേടിയുള്ളത്. അപ്പൊ അമ്മ ഗൈസ് എനിക്ക് ഏറ്റവും പേടിയുള്ള ഇരുട്ടാണ്. ഉറങ്ങി കിടക്കാൻ വന്ന് വിളിക്കണം. എനിക്ക് പേടിയില്ല, എനിക്ക് ദേഷ്യമാണ് പറഞ്ഞാൽ. ഇയാളെന്താ ഞാൻ ഉറങ്ങി, നമ്മുടെ ശരീരം ടയേർഡാകുമ്പോഴാണ് നമ്മൾ ഉറങ്ങണം. ഉറങ്ങി കിടക്കുമ്പോൾ ഇയാൾ പറഞ്ഞ എൻ്റെ അടുത്ത് വയ്ക്കും ഉറങ്ങിയാ അപ്പൊ എനിക്ക് എങ്ങനെ എന്തറിയാമോ, ഞാൻ ഇങ്ങനെ ഉഷസ്സിൽ നീ വാണിയ ഉച്ചയ്ക്കോ കാളിയാകും ഉറങ്ങിയ. പിന്നെ തേയില വെള്ളം എന്നൊക്കെ പറഞ്ഞ നമുക്ക് എപ്പോഴും കുടിക്കാനല്ലേ ഇയാള്. തേയില വേണോ തേയില വേണം പ്ലീ. എന്തൊരു തിന്നാൻ പോലെ എന്തൊരു കഴിക്കാൻ പോലെ എന്നെ വന്ന് വിളിക്കും. അപ്പൊ എനിക്ക് ഇതിൽ കൂടുതൽ ദേഷ്യമാണ്, പേടിയില്ല. പിന്നെ അമ്മ എന്തിന് കറുത്ത രൂപം അവിടെ വന്നിരിക്കണേ, അത് ഇരുട്ടത്താണ്. അത് ഗൈസ് അത് രാത്രി ആകുമ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ ഭയങ്കര, ഞാൻ ഈ മരിച്ചു പോയ ആൾക്കാർ എന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് തോണ്ടി വിളിക്കാറുണ്ട് ചില സമയത്ത്. ഓക്കെ, എനിക്ക് കഴിഞ്ഞിട്ട് യുവർ ബ്രദർ ഇന്നും വരുമായിരിക്കും ഇത് പറഞ്ഞുകൊണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് മേക്സ് മീ ക്രൈ ഈസിലി? എന്നെ ഏത് കാര്യമാണ് പെട്ടെന്ന് കരയിപ്പിക്കുന്നത്? കൈ പൊക്കിയിട്ടാണ് ഉത്തരം പറയാം, അല്ലാത്തല്ലെങ്കിൽ പോയിന്റ് എനിക്ക്. അമ്മച്ചി പൊന്നെ വിഷം വരുമ്പോഴാണ് ഓക്കെ, സന്തോഷം വരുമ്പോഴും കഴിയും. പക്ഷെ എൻ്റെ അമ്മയാണ് കറക്റ്റ്. വിഷം വരുമ്പോൾ കരയുന്നു ഗൈസ്. വിഷം വരുമ്പോൾ ഞാൻ കരയും. അത് കാരണം ഞാൻ ഒരു മനുഷ്യനാണ്. അമ്മ പറഞ്ഞു സത്യം. എന്നാലും പറ്റിച്ചെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. എസ്പെഷ്യലി ഞാനിങ്ങനെ ചേർത്ത് വയ്ക്കുന്ന ആൾക്കാർ എന്നെ പറ്റിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര, പിന്നെ എനിക്ക് ഉറങ്ങാനൊന്നും പറ്റൂല. പിന്നെ എനിക്ക് ഭയങ്കര ഇതാണ്, എന്നെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യും. അതാണ് എൻ്റെ അമ്മയ്ക്ക് 4 പോയിന്റ്. എൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്താണ്? എൻ്റെ ദുർബലത എന്താണ്? അതാണ്. കൈ പൊക്കിയിട്ടാണ് ഉത്തരം പറയാം. അമ്പു ആദ്യമേ കൈ പൊക്കി വയ്ക്കും ഉത്തരം. അമ്മ എന്റെ ദൗർബല്യമാണ് ചോദിച്ചത്. എന്റെ ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരെയല്ല, എന്റെ ദൗർബല്യം. അമ്മച്ചി ഒന്ന് പറഞ്ഞു കൊടുത്താണ്. ഇഷ്ടമുള്ള ചെയ്യണ കാര്യങ്ങളാണ് ബലഹീനത. കൈ പൊക്കിയിട്ടാണ് ഉത്തരം അറിഞ്ഞൂടല്ല 2 പേർക്കും. 0-0. എൻ്റെ ഏറ്റവും വലിയ ബലഹീനത എന്ന് പറയണത്, ഞാൻ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാ ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കും. എൻ്റെ അടുത്ത് ഭയങ്കര ആദ്യമായിട്ട് സംസാരിച്ച് മിണ്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും അതാണ് അവരെന്ന് വിചാരിക്കും. പക്ഷെ പിന്നെയാണ് ഞാൻ അറിയണം അവർ ഏറ്റവും വലിയ വിഷസർപ്പങ്ങളാണെന്നുള്ളത്. സോ അതാണ് എൻ്റെ ഏറ്റവും വലിയ ബലഹീനത. കഴിഞ്ഞ ഒരു 2025 വരെ എൻ്റെ ക്യാരക്ടറിലുണ്ടായിരുന്നതാണ്. പക്ഷേ 2025 ശേഷം ഒരു മനുഷ്യരെ ഞാൻ അടുപ്പിക്കില്ല ഗൈസ്. ഒരു മനുഷ്യരെ ഞാൻ ഇങ്ങനെ നിർത്തുള്ളൂ ഒരു കയ്യകലത്തിന്. വാട്ട് ഈസ് മൈ ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്ത്? എൻ്റെ ഏറ്റവും വലിയ പവർ, ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്ത് എന്താണ്? കൈ പൊക്കിയിട്ട് മാത്രം ഉത്തരം പറയാം. എന്തിനാ പോട്ടാ നിങ്ങൾ എന്ന് ഉദ്ദേശിച്ചത്? എന്നൊക്കെ അതാണ് എൻ്റെ ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്ത്. അമ്മയ്ക്ക് എന്തെങ്കിലും ആരുടെയും പറയാനുള്ളത് മുഖത്ത് നോക്കി പറയാനുള്ള ഒരു ഞാൻ എന്റെ പ്രശ്നം അപ്പട്ടെ
ഞാൻ പറഞ്ഞ തെറ്റല്ലെങ്കിൽ തെറ്റെന്ന് പറഞ്ഞു. അല്ല ഗൈസ്, അപ്പു പറഞ്ഞ ഓക്കെയാണ്. എന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്നുള്ളൊരു ഫാൻ. ഇപ്പൊ ഞാനൊന്ന് ഡൗൺ ആയിട്ട് ഞാൻ ഇന്നാളൊരു എന്റെ അമ്മയടുത്ത് ഞാൻ ഒരു കണക്ക് പറഞ്ഞു, ഒരു കാര്യം, ഒരു വലിയൊരു കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ എന്റെ അമ്മ, അതിൽ ഒരു കോൺഫിഡൻസ് ആണ് എനിക്ക്. അത് അറിഞ്ഞൂടാത്തോണ്ടാണ് അമ്മയ്ക്ക്. എനിക്കത് ഭയങ്കര കോൺഫിഡൻസ് ആണ്. എന്നത് മൈൻഡ് പോലും ചെയ്യാറില്ല. അപ്പൊ എന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആരാന്ന് ചോദിച്ചാൽ ഓക്കെ ഇവരാണ്. അപ്പു പറഞ്ഞ കറക്റ്റാണ്. പക്ഷെ എന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ഞാനാണ്. എനിക്ക് ഞാനേ ഉള്ളൂ എന്നുള്ള മീൻസ് ഞാനിത് വേറൊരു രീതിക്ക് പറഞ്ഞതല്ല. അത് എപ്പോഴും എനിക്ക് ഞാൻ തന്നെ വേണം. എനിക്ക് ശീലിച്ചു പോയി കഴിച്ച് എനിക്ക് ഞാൻ തന്നെ വേണം എന്നുള്ളൊരു മൈൻഡ് എനിക്കാണ്. ആദ്യം എനിക്ക് ഞാൻ ഉള്ളത് കൊണ്ട് ഞാനാണ്. പക്ഷെ അപ്പൂനൊരു പോയിന്റ് ഉണ്ട്, കാരണം അതൊരു കറക്റ്റ് ആയിട്ടുള്ള ഉത്തരവാണ്. ഇപ്പൊ എത്ര 5 പോയിന്റ് അപ്പൂട്ടന്? അമ്മയ്ക്ക് 4, എനിക്ക് 4. ഓക്കെ. വാട്ട് സ്ട്രെസ് മീ ദ മോസ്റ്റ്? എന്നെ ഏത് കാര്യമാണ് കൂടുതൽ സ്ട്രെസ് ആക്കണത്? അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും അതിന്റെ ഉത്തരം അറിഞ്ഞില്ല. എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്യണ കാര്യം എന്ന് പറയുന്നത് ചില ആൾക്കാരിൽ നിന്നുള്ള ഫോൺ കോൾസ്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്. കാരണം ഇപ്പം ചില ആൾക്കാർ വിളിക്കുമ്പോൾ, ചില ആൾക്കാരല്ല, 1-2 ആൾക്കാർ, ഒരു ടീമിൽ ഒരു സൈഡിൽ നിന്ന് വരുന്ന 1-2 ആൾക്കാർ. ഇപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് പാസ്റ്റിൽ പോകും. എനിക്ക് ഭയങ്കര മാനസിക ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ അങ്ങ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യത്തോടെ വിളിച്ചപ്പോഴത്തേക്ക്. വാട്ട് ഓൾവേസ് കാംസ് മീ ഡൗൺ? എന്നെ ഏറ്റവും കൂടുതൽ സമാധാനം എനിക്ക് കിട്ടുന്ന ഒരു കാര്യം. ഏത് കാര്യമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടുന്നത്? കൈ പൊക്കിയിട്ട് ഉത്തരം പറയാം. അറിഞ്ഞൂടെങ്കിൽ അറിഞ്ഞൂടാന്ന് പറയാം. അമ്മ പറഞ്ഞു പൂച്ചയും പറ്റി. അപ്പോട്ടെ യാത്ര പോകുമ്പോ പക്ഷെ രണ്ടും എനിക്ക് ഒരേ ഇതാണ്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം, എനിക്ക് കിങ്ങിണിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം എനിക്ക് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് അവൾ ഭയങ്കര അഫെക്ഷനായിട്ട്, അവൾ ഭയങ്കരമായിട്ട് ഞാൻ ഇങ്ങനെ എടുത്തൊക്കെ അവൾ എൻ്റെ കൂടെ ഇരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ എനിക്ക് അങ്ങനെ എൻ്റെ പെറ്റ്സുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടം. രണ്ടും പറയണം. അപ്പൊ 5. വാട്ട് ഈസ് ദ വൺ തിങ് ഐ നെവർ കോംപ്രമൈസ് ഓൺ? അതായത് ഒരു കാര്യത്തിൽ ഞാൻ ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യാത്ത ഒരു കാര്യം. അതായത് ഞാൻ വിട്ടുകൊടുക്കാത്തൊരു കാര്യം. ഇപ്പൊ ഒരു പ്രശ്നം നടക്കുകയാണ്, ഞാൻ അത് വിട്ടുകൊടുക്കാത്ത ഒരു കാര്യം. കൈവൊക്കെയാണ്. കള്ളം പറയണം. അല്ല, എൻ്റെ സെൽഫ് റെസ്പെക്ട് ബാധിക്കുന്ന സ്ഥലത്ത് ഞാൻ നെവർ കോംപ്രമൈസ്. ഞാൻ കോംപ്രമൈസ് എൻ്റെ വെറും വേസ്റ്റ് ആയിട്ടുള്ള വെറും വെരിട്ടിപ്പറച്ചെത്തി അവിടെ കാണേണ്ടി വരും എൻ്റെ സെൽഫ് റെസ്പെക്ട് ബാധിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത എൻ്റെ ജോബ് റിലേറ്റഡ് ആണ്. വാട്ട് ഈസ് മൈ ഫേവറേറ്റ് മേക്കപ്പ് ബ്രാൻഡ്? അടുത്ത സഫോറ. ഓക്കെ, ഞാൻ പറയാം. മേക്കപ്പ് ബ്രാൻഡിൽ ഐ ഡോണ്ട് ഹാവ് എനി ഓപ്ഷൻ ഗൈസ്, ചോയ്സ് ഇല്ല. കാരണം എനിക്ക് മിക്ക ബ്രാൻഡ്സും ഇഷ്ടമാണ്. ഇപ്പം നൈക്ക, സെഫോറ, കെ ബ്യൂട്ടി, ലൈക്ക് അക്വലോജിക്ക, ഡെർമാക്കോ, എനിക്കും ലൈക്ക് അതൊക്കെ സ്കിൻ കെയർ ബ്രാൻഡാണ്. പക്ഷെ എനിക്ക് ഒരുപാട് ബ്രാൻഡ്സ് ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് ലൈക്ക് ഈക്വൽ പോയിന്റ്സ്. 6. വാട്ട് ലിപ്സ്റ്റിക് ഷെയ്ഡ് ഡു ഐ വിയർ ദ മോസ്റ്റ്? ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ്. കളർ പറഞ്ഞാലും മതി, കൈ പൊക്കിയിട്ട് വേണം പറയാൻ. ന്യൂഡ്. ഇത് ബ്രൗണ്. ഹസ്ബൻഡിന് ന്യൂഡ്. എത്ര? 7. അമ്മയ്ക്ക് 6. ഈ അമ്മയുടെ അടുത്താണ് ഞാൻ കിടക്കണം, ഞാൻ ഉറങ്ങാൻ സമ്മതിക്കും. വാട്ട് ഈസ് മൈ ഫേവറേറ്റ് ഔട്ട്ഫിറ്റ്? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ്സ്. കൈ വെക്കിയിട്ട് വേണം പറയാൻ. കുത്തേ അപ്പോണ് ആദ്യം കൈ വെക്കുക. അങ്ങനെയൊന്നുമില്ല, എല്ലാം ഇഷ്ടം തന്നെ. അമ്മയ്ക്ക് അങ്ങനെയൊന്നുമില്ല, എല്ലാം ഇഷ്ടം. ഇത് രണ്ടും തെറ്റണം. ആദ്യം പറഞ്ഞ് കുത്താ സെറ്റ്. ഏത് സെറ്റ് തന്നെ? കുർത്ത സെറ്റാണ് ഉദ്ദേശിച്ചതാണ്. ഇല്ല ഗൈസ്, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഓവർ സൈസ്ഡ് ടീഷർട്ടും ഒരു ട്രാക്ക് പാന്റും. എൻ്റെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് അതാണ്. അതുകൊണ്ടാണ് അത്ര ഇഷ്ടം. എനിക്കിങ്ങനെ ടീഷർട്ട് പൊക്കി ബാക്ക് ഇങ്ങനെ വെക്കണം. അമ്മയ്ക്ക് ഇത് ഇഷ്ടമല്ല ഞാൻ ടീഷർട്ട് പൊക്കി. എനിക്ക് നിങ്ങളുടെ ഇഷ്ടം. എനിക്ക് ജീൻസും ഷർട്ടൊക്കെയാണ്. എന്തുകൊണ്ട്? അപ്പൊ നിങ്ങൾ ഇഷ്ടത്തിന്, ഞാൻ എൻ്റെ ഇഷ്ടത്തിന്. ദേഷ്യം പറഞ്ഞേ കടിച്ചോട്ട് വരെ അടിച്ചോണ്ടാക്കാം. ഓക്കെ, എനിക്ക് ഏറ്റവും ചേരുന്ന കളർ. കൈ പൊക്കിയിട്ടോണം പറയാം. ഡാർക്ക് കളർ നല്ല ചേരും. ഈ വയലറ്റ് കളറ്, പച്ച, ചുവപ്പ്, നീല, മെറൂണ്, എനിക്ക് പക്ഷേ അങ്ങനത്തെ കളർ എല്ലാം നല്ല അടിപൊളിയായിട്ട്. മറ്റേ കളറിന്റെ പേരെന്താ? റാണി പിങ്കാ. റാണി പിങ്ക്. പിന്നെ അപ്പൂന് ഇഷ്ടം റാണി പിങ്ക് ആണ്. ഞാൻ ഒരു റാണി പിങ്ക് ഇപ്പോഴും എനിക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കണ, ഞാൻ കളയാതെ വെച്ചിട്ടില്ലേ. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള പിങ്ക് ആണ് എനിക്ക് കൂടുതൽ ചേർന്നത്, പിങ്കിന്റെ കോമ്പിനേഷൻസ്. ഓക്കെ, വാട്ട് സ്കിൻ കെയർ പ്രോഡക്റ്റ് ക്യാൻ ഐ നെവർ സ്കിപ്പ്? ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് പറയാന്നുള്ളത്. ഞാൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാത്തൊരു സ്കിൻ കെയർ പ്രോഡക്റ്റ്. മോയ്സ്ചറൈസർ. ഔട്ട്.
സ്കിൻ കെയർ പ്രോഡക്റ്റ്. അമ്മ ആ സ്ത്രീ ചുമ്മാ ഇട്ടിട്ടോണ്ടിരിക്കുക. അവര് കണ്ട് ഇങ്ങനെയൊക്കെയാണ് പറയണത് ഗൈസ്. അമ്മയാണ് ഇതായത്, അമ്മയാണ് ഉത്തരം പറഞ്ഞ. അമ്മയ്ക്ക് 8. ഓക്കെ, സൺസ്ക്രീൻ. എന്നാലും കുഴപ്പമില്ല, പറഞ്ഞല്ല. അപ്പൊ ഇവിടെ ആലോചിച്ച് ജപിച്ചൊക്കെ ഇരിക്കണേ ഉള്ളൂ. ഓക്കെ, ആം എ മോർണിംഗ് പേഴ്സൺ ഓർ നൈറ്റ് ഔൾ? ഞാനൊരു രാത്രിയായിട്ടുള്ള ആളാണ്, മോർണിംഗ് പേഴ്സൺ ആണാണ്. നൈറ്റ്. ഈസി ആയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ പച്ച പള്ള വിളിക്കണില്ലേ ഈ കാര്യത്തില്? എനിക്ക് കുഴപ്പമില്ല. 8. വാട്ട് ഈസ് പതക്കം തരൂ. ഓ എന്റെ ഇരിക്കണ്. വാട്ട് ഈസ് മൈ ഫേവറേറ്റ് ഹോബി? സിനിമ കാണൽ, ട്രാവലിങ്ങും ഫുഡ് എക്സ്പ്ലോറിങ്. നോ. അപ്പം അമ്മയാണ് വിൻ ചെയ്തതെന്ന്, ലൈക്ക് കമ്പയർ ടു അമ്മയാണ് വിൻ ചെയ്തത്. ഹോബി എന്നാണ് സിനിമ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബുക്ക് വായിക്കാൻ എനിക്കിഷ്ടം. ഇവരത് കാണുന്നില്ല. ഓക്കെ ഗൈസ്, അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ ഡു ഐ സ്പെൻഡ് മൈ ഫ്രീ ടൈം? എൻ്റെ ഫ്രീ ടൈം ഞാൻ എങ്ങനെ സ്പെൻഡ് ചെയ്യണത്? സിനിമയ്ക്കോ? അമ്മയാണ് ഉത്തരം. ഞാൻ പൂച്ചകളെയും പട്ടികളെയും പിറകെ പോകും ഗൈസ്. ദാറ്റ്സ് ഉത്തരം 9. വാട്ട് ഈസ് മൈ കംഫർട്ട് ഫുഡ്? എനിക്ക് ഏറ്റവും ഞാൻ കംഫർട്ടായിട്ട് കഴിക്കുന്ന ഒരു ഫുഡ് ബിരിയാണി, പഴങ്കഞ്ഞി. രണ്ടുപേരും തെറ്റ്. അരി വറുത്ത് പൊടിച്ചത്. കാരണം ബിരിയാണി കഴിക്കുമ്പോഴത്തേക്ക് എൻ്റെ കംഫർട്ട് ഫുഡില്ല. എനിക്ക് ഇഷ്ടമുള്ള ഫുഡാണ്, പക്ഷെ എൻ്റെ കംഫർട്ട് ഫുഡ് എന്ന് പറഞ്ഞാൽ അരി വറുത്തിട്ട് പൊടിക്കണം. ഭസ്മം പോലെ പൊടിക്കരുത്, ഇന്റർമീഡിയറ്റ്. എന്നിട്ട് തേങ്ങ ഇട്ടിട്ട് ശർക്കര ഇട്ട് തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വാട്ട് ഈസ് മൈ ഫേവറേറ്റ് ഫെസ്റ്റിവൽ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫെസ്റ്റിവൽ ഓണം. ഓണം ഇഷ്ടമാണ്, പക്ഷെ ഓണത്തിനേക്കാൾ എനിക്ക് കാർത്തികേയൻ ഇഷ്ടം. അല്ലെ, ഓണം ഇരിക്കട്ടെ. 9 അല്ല, അമ്മ 10, തനി 9. ഏത് തരത്തിലുള്ള വീഡിയോസ് ചെയ്യുമ്പോഴാണ് ഞാൻ കൂടുതൽ ഹാപ്പി ആവണത്? ലിപ്സ്റ്റിക്. അമ്മ. ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ബ്യൂട്ടി പ്രോഡക്ട്സ് റിവ്യൂ ചെയ്യാനാണ്. ലിപ്സ്റ്റിക്കിന്റെ വീഡിയോസ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അമ്മ പറഞ്ഞതിന് കൂടുതൽ കറക്റ്റ്. എനിക്ക് ബ്യൂട്ടി പ്രോഡക്ട്സുകൾ കൂടുതലും ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പം 11, 9. ഞാൻ എങ്ങനെയാണ് എൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നത്? കൈ പൊക്കിയിട്ട് ഉത്തരം പറയാം. അറിഞ്ഞുണ്ടെങ്കിൽ മിണ്ടായിരിക്കാം, അപ്പൂനെ പോലെ. ഉണ്ട്, ഉത്തരം ഉണ്ട്. പിച്ചി മാന്തി കൊഞ്ചിച്ച് അങ്ങനെയൊക്കെ. ഓക്കെ, അമ്മയ്ക്ക്? അങ്ങനെയൊക്കെ തന്നെ. അല്ല, രണ്ടും അല്ല. ഞാൻ എൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നത്, ഓക്കെ, ഇതൊരു കൈൻഡ് ഓഫ് വേ ഓഫ് ഞാൻ ലവ്, സ്നേഹം കാണിക്കുന്നതാണ്. അമ്മ അവ അനുഭവിക്കണില്ല പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ചെയ്യണത്. പക്ഷെ എൻ്റെ ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹം ആക്കുന്നത് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തും കൊണ്ടുവന്നിങ്ങനെ ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്താണ് ഞാൻ കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. ഓക്കെ, ഇയാൾക്കും ഇരിക്കട്ടെ 10. അതൊരു ഇതാണ്. ഞാൻ എന്ന് നിങ്ങളെ പിച്ചി, ഞാൻ എന്ന് നിങ്ങളെ വാന്തി പറയണം. ഓക്കെ, എന്നെ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യണ കാര്യം കൈ വെക്കിയിട്ടോണം പറയാം. ഉറക്കത്തെ വിളിക്കുന്നത്. അമ്മയ്ക്ക് ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാത്തതാണ് ഏറ്റവും. അമ്മ, നീ ഒരു കാര്യം അമ്മയുടെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലായാലും നിനക്ക് ദേഷ്യം വരും. ഇത് ഓക്കെയാണ്. 1, 2 കുഴപ്പമില്ല. ചില സമയത്ത് ഇവരൊക്കെ നിന്ന് നീ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവരെ കണ്ടു ഞാനിരിക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ബുദ്ധിമുട്ടുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഇന്ന് റിപ്പീറ്റ് ഞാൻ പറയണത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് റിപ്പീറ്റ് പറയണത്. അപ്പം എൻ്റെ അമ്മയ്ക്ക് 12. ഒരു ഫുഡ് ഞാൻ സീക്രട്ടായിട്ട് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ഫുഡ് ദോശ. ഗൈസ്, എനിക്ക് ദോശക്ക് എന്താടി കുഴപ്പം? വരി ഉഴുതും ചേർത്ത് കലക്കി ചുട്ട ദോശ. ആദ്യം ഉത്തരം പറയാൻ അനുവദിക്കൂ ഗൈസ്. ദോശക്ക് എനിക്ക് ഇഷ്ടമല്ലെന്നല്ല, ദോശ എനിക്ക് ഇഷ്ടമാണ്. നീ ഇപ്പോൾ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് പോയി ഗീ റോസ്റ്റ് കഴിക്കാറുണ്ട്. ദോശ എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ദോശയാണ് എനിക്ക് ഇഷ്ടമല്ലാത്ത. കാരണം ഇവിടെ ദുമക്ക് ദോശ ഉണ്ടാക്കണം, ഇത്ര കട്ടിയിൽ ദോശ ഉണ്ടാക്കുന്നത്. നീ 3 ദോശയൊക്കെ തിന്നെങ്കിൽ ചെറുതാക്കാൻ നൈസായിട്ട് ഉണ്ടാക്കാം. നീ ഒരു ദോശ തിന്നപ്പോഴത്തേക്ക് ഞാൻ 3 ദോശ വാങ്ങിച്ച ഒറ്റ ദോശ. ഇതാണ് ഞാൻ ഇവിടുത്തെ പ്രശ്നം. ഇവരെനിക്ക് ദൊഡലിയാണ് ദോശയ്ക്ക് വേണം തരണത്. അപ്പൊ എനിക്ക് അങ്ങനെ ദോശ കഴിക്കാൻ ഇഷ്ടമല്ല. പിന്നെ എനിക്ക് ദോശ, ഞാൻ കോവിഡ് മുതൽ ദോശ തിന്നു എന്റെ നാക്ക് ചത്ത്. അപ്പൊ എനിക്ക് ദോശ ഇവര് സമ്മതിക്കില്ല എന്നെ സംസാരിക്കും. അപ്പൊ എനിക്ക് പക്ഷെ വിയേർഡ് ഫുഡ്, എനിക്ക് വിയേർഡ് അല്ല, എനിക്ക് ഫുഡ് ഞാൻ ഡിസ്ലൈക്ക്. എനിക്ക് ചൂരമീൻ എനിക്ക് ഇഷ്ടമല്ല.
ഞാൻ കഴിക്കും. ഫ്രൈ ചെയ്താണെങ്കിൽ അതും എനിക്കത് കുറച്ച് ആദ്യം ഞാൻ കുറച്ചെടുത്ത് കഴിക്കും. ഇപ്പം പുറത്ത് നമ്മൾ കടയിൽ നിന്നോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും കഴിച്ചാലും ഞാൻ കുറച്ചെടുത്ത് കഴിക്കും. അപ്പോൾ അവരിട്ടേക്കണം മസാല അല്ലെങ്കിൽ ലൈക്ക് ഈ കടയിലൊക്കെ ചില ആൾക്കാർ നല്ലപോലെ കഴുകാതെ ഉണ്ടാക്കും. ഞാൻ എല്ലാം അങ്ങനെ സമ്മതിക്കൂല. അപ്പൊ അതുകൊണ്ട് അമ്മ ഞാൻ ചൂരമീൻ പൊരിക്കണുണ്ടല്ല അവിക്കണ കാര്യമല്ല പറയണത്. അപ്പൊ ഞാൻ കുറച്ച് കഴിച്ചു നോക്കും. അപ്പൊ എനിക്കത് ടേസ്റ്റ് എനിക്ക് ആ ഒരു ഉലുമ്പ് ഇത് വന്നാലും ഞാൻ കഴിക്കൂല. ഞാൻ ഇത് പറഞ്ഞു എനിക്ക് ഭയങ്കര സെൻസിറ്റീവ് ആണ്. എൻ്റെ നാക്കും മൂക്കൊക്കെ ചെറിയൊരു സ്മെല്ലടിച്ചാലും എനിക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. എനിക്ക് ചെറിയ ടേസ്റ്റ് ബഡ്സും എനിക്ക് ഭയങ്കര ഇതാണ്. അപ്പം ചൂരമീനാണ് ഒരു കാര്യം. വാട്ട് ഈസ് സംതിങ് ഐ ഓൾവേസ് ഫോർഗെറ്റ്? ഞാൻ എപ്പോഴും മറക്കുന്ന ഒരു കാര്യം. പവർ ബാങ്ക് ആണ് ഞാൻ മറക്കണേ. അടുത്ത അപ്പൊട്ടൻ എന്തേലും ഫോൺ വെച്ചിട്ട് മറന്നിട്ട് പോകും. അതായത് ഫോൺ ഇപ്പം ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഫോണുണ്ട ഇങ്ങനെ നടക്കും. അതാണ് ഞാൻ മറക്കണ ഒരു കാര്യം. ഇപ്പം ഞങ്ങൾക്ക് 11, എൻ്റെ അമ്മ ഇപ്പോഴും 11 തന്നെ നിൽക്കണം. അമ്മ എനിക്ക് മാർക്ക് വേണ്ട, 22. ഇപ്പൊ എനിക്കൊരു 1 കോടി കിട്ടിക്കഴിഞ്ഞാൽ, ലോട്ടറി അടിച്ച് 1 കോടി കിട്ടിയാൽ വാട്ട് വുഡ് ഐ ബൈ ഫസ്റ്റ്? ഞാൻ എന്തായിരിക്കും ആദ്യം വാങ്ങുന്നത്? എന്തെങ്കിലും ഹാൻഡ് ബാഗ്. അത് പക്ഷെ 1 കോടി കിട്ടിയ ഞാൻ ഹാൻഡ് ബാഗ് ഓഫ് കോഴ്സ് ഞാൻ വാങ്ങും. എനിക്ക് ലൂയി വിത്തോണിന്റെ ഒരു ബാഗ് വാങ്ങണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അകത്തിങ്ങനെ റെഡ് കളർ ഒരു ക്ലോത്ത് വരണം, അതെനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എന്നെങ്കിലും 40-ാമത്തെ വയസ്സോ 50-ാമത്തെ വയസ്സോ എനിക്ക് അറിഞ്ഞൂടെ എപ്പോൾ വാങ്ങാൻ പറ്റുമെന്ന്. പക്ഷെ എന്തെങ്കിലും ഒരിക്കൽ ഞാൻ വാങ്ങും. ഞാൻ ആദ്യം വാങ്ങണം എന്താണെന്ന് അറിയാം. എനിക്ക് അങ്ങനെയല്ല ലോട്ടറി അടിച്ച് പെട്ടെന്ന് ഞാൻ ഓടിപ്പോയി ഒരു പൂഡിലിനെ വാങ്ങും. കപ്പൂടിലുണ്ടല്ലോ, പൂഡിലെന്ന് വെച്ചാൽ പട്ടി. ഞാൻ അമ്മ അത് വെച്ചാൽ കപ്പിനകത്തിരിക്കും. അത്രേ സൈസ് കാണുള്ളൂ, ഇത്രേ കാണുള്ളൂ. അപ്പം ഞാൻ വാങ്ങും. എന്നിട്ട് ഞാൻ മാണിക്കൻ എന്ന് പേര് വിടും. എൻ്റെ സെലിബ്രിറ്റി ക്രഷ് മോഹൻലാൽ. തെറ്റ്. സൈജു കുറുപ്പ്. ഷൈനിക ആയിരുന്നു. ഓഫ്കോഴ്സ് എനിക്ക് ഷൈനികത്തിന് ഭയങ്കര ഇതായിരുന്നു. പക്ഷെ എനിക്ക് സൈജു എനിക്ക് സായും കുറച്ച് ബുദ്ധിമുട്ടുണ്ടേ. ഷൈജു കുറുപ്പ് കണ്ട സായല്ലേ, സൈജു കുറുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പുള്ളിയുടെ കണ്ണ് ഭയങ്കര ഇഷ്ടമാണ്. മയൂക സിനിമ ഇപ്പം ഞാൻ ഭയങ്കര ഫാൻ ഗേളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്തെങ്കിലും എനിക്കൊരിക്കൽ ഓർമ്മ ഉണ്ട്, എനിക്കൊരിക്കൽ അവാർഡ് തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്കൊരു സിനിമയിൽ സൈജു കുറുപ്പായിട്ട് ഇങ്ങനെ എനിക്കൊരു ഇന്റർവ്യൂവിൽ ചോദിച്ചിട്ടുണ്ട്, എന്നുവെച്ചാൽ എന്തെങ്കിലും അതിൽ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചാൽ ആരെ നടിയാവണമെന്ന്. സൈജു കുറുപ്പിന്റെ. എനിക്ക് സൈജു കുറുപ്പിന്റെ നടിയാവണം. പിന്നെ ഇന്ദ്രൻസിന്റെ നടിയാവാൻ പറ്റൂലല്ല. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞൊന്നുമല്ല, എനിക്ക് അഭിനയിക്കാൻ അറിയാം. ഓക്കെ. എൻ്റെ ഫേവറേറ്റ് ആപ്ലിക്കേഷൻ ആമസോൺ, ഫ്ലിപ്കാർട്ട്. രണ്ടും അല്ല, യൂട്യൂബ്. എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഈസ് മൈ ഫസ്റ്റ് ലവ്? 1ാം ക്ലാസ്സിലെ 3ാം ക്ലാസ്. അമ്മ എൻ്റെ ഫസ്റ്റ് ലവ് അപ്പൂട്ട നിനക്കും അറിയാന്നുള്ളതാണ്. എൻ്റെ ഫസ്റ്റ് ലവ്. അപ്പൊ എനിക്ക് എന്തായിരുന്നു അറിയുമ്പോ, ഞാൻ ഇയാൾ കിടക്കുമ്പോഴാണ് ഞാൻ കുറേ കഥ പറയണേ ഞങ്ങൾ കിടക്കാം. പക്ഷെ എനിക്കൊരു കാര്യം ഇന്നത്തോടെ മനസ്സിലായി, ഞാൻ പറയണെന്ന് ഇയാൾ കേൾക്കുന്നത്. ഇയാൾ ഉറങ്ങിയാണ്, കണ്ണ് തുറന്ന് വെച്ചിട്ട് ഇയാൾ ഉറങ്ങിയാണെന്നാണ് എൻ്റെ ഡൗട്ട്. പേര് പറയണ്ട, പേരിന്റെ ആദ്യത്തെ ലെറ്റർ പറഞ്ഞ അമ്മയ്ക്കറിയാം ഗൈസ്. എ എന്നുള്ള ലെറ്ററിലായിരുന്നു എൻ്റെ ഫസ്റ്റ് ലവ്. അത് 8ാം ക്ലാസ്സിലല്ല ഗൈസ്, 7ാം ക്ലാസ്സിൽ. ബിക്കോസ് പുള്ളിക്കാരൻ്റെ അച്ഛൻ ഗൾഫിലായിരുന്നു. അപ്പം ഗൾഫിൽ നിന്ന് മുട്ടാണ്ട് തരും. ആ മുട്ടായിക്ക് വേണ്ടി മാത്രം പ്രേമിച്ച ഒരാളാണ് ഞാൻ. പ്രേമം എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കരുത് അവിടെ പോയിടും, അങ്ങനത്തെ തന്നെ. ഞാൻ ബസ്സിൽ ചേട്ടനെ നോക്കി. അതായിരുന്നു എൻ്റെ ലവ്. ഒരാള് ഞാൻ ഏറ്റവും കൂടുതൽ ലൈഫിൽ വെറുക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ എനിക്ക് ഒട്ടും കാണാൻ എനിക്ക് ആഗ്രഹമില്ലാത്ത ഒരാൾ. ആ പേര് പറയണമെന്നില്ല, അറിഞ്ഞൂടാ. അപ്പൂസിന ആണാവാം പെണ്ണാവാം, ലൈക്ക് ആര് വേണോ ആവാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളായിരിക്കില്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം പറ. എനിക്കൊരിക്കലും കാണണ്ട എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളുണ്ടായെന്ന് വെച്ചാൽ ഒരു ടൈം വരെ എനിക്കിങ്ങനെ ആൾക്കാരുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഞാൻ ആരെയും വെറുക്കുന്നില്ല. ബിക്കോസ് ഓക്കെ, നമ്മൾ ആരെങ്കിലും ആണെങ്കിലും നമ്മൾ ആരെങ്കിലും വെറുക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ ആരും അല്ലല്ലോ, അപ്പോൾ നമ്മളാരെങ്കിലും വെറുക്കേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ. ഇനി അടുത്തത്, ഞാൻ എൻ്റെ കോളേജിൽ പഠിച്ചപ്പോൾ ഉള്ള ഏറ്റവും ഒരു കോമഡി സെനാരിയോ സീൻ, ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള ഏറ്റവും ഒരു കോമഡി സീൻ, ഒരു കോമഡി ലൈഫ് എക്സ്പീരിയൻസ്.
ഉണ്ട്. ആ ലൈഫ് എക്സ്പീരിയൻസിൽ എൻ്റെ അമ്മയാണ് മെയിൻ ഘടകം. അറിയാമോ കൂട്ടാ? അറിഞ്ഞൂടാ. ഓക്കെ, അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞുതരാം. ഞാനും ഗോപിക, ഐശ്വര്യ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ ഞാൻ ഗോപികൾക്ക് അറിയാലോ, ഞങ്ങൾ 3 പേരുടെ ശംഖുവത്ത് പോയി. അപ്പൊ അപ്പൊ ഞാൻ എല്ലാരെയും സ്റ്റാറ്റസ് ഇടണമല്ലോ. അപ്പൊ അമ്മ ഞാൻ പറയില്ല, ഇനിയിപ്പോ പറഞ്ഞല്ല. അത് സംഭവം വേറെ ഒന്നുമല്ല. ഞാൻ ഐശ്വര്യ ഗോപി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങൾ 3 പേരുടെ ശംഖുവത്ത് പോയി. കോളേജിൽ നിന്ന് ക്ലാസ് 8 ശംഖുവത്ത് പോയി, ഫസ്റ്റ് ഇയറിൽ, ഫസ്റ്റ് സെമ്മ്. അപ്പം ഞാൻ എല്ലാവരെയും ഹൈഡ് ചെയ്ത്, വാട്സപ്പിൽ എല്ലാവരെയും ഹൈഡ് ചെയ്ത്, ഞാൻ ഒരാളെ മാത്രം ഹൈഡ് ചെയ്യാൻ വിട്ടുപോയി. ഞാൻ കൈയും കാലൊക്കെ കഴുകി, കാലിലൊക്കെ ഉള്ള മണലൊക്കെ കളഞ്ഞ് എല്ലാം തട്ടിക്കഴുകി ഉച്ചയ്ക്ക് ശേഷം ഞാൻ കോളേജിൽ പോയി കാലൊക്കെ കഴുകി മണലൊക്കെ കളഞ്ഞ് ബാഗിലൊക്കെ പറ്റുന്ന മണലൊക്കെ കഴിഞ്ഞ് ഒന്നും അറിയാത്ത പോലെ ഞാൻ ഇവിടെ പോയി വീട്ടിൽ പോയി. ഞാൻ വീട്ടിൽ പോയപ്പോഴത്തേക്ക് എൻ്റെ അനിയത്തി എന്ന് പറഞ്ഞില്ലേ, ആ പുസ്തകം തിന്ന് ജീവിക്കുന്ന എൻ്റെ സഹോദരി, ആ സഹോദരി ഇങ്ങനെ ഇരിക്കുന്നു മാളോട് ഇങ്ങനെ. അപ്പോൾ ഇത് ഞാൻ വിളിച്ചു, ഞാൻ ശംഖുമുഖത്ത് പോയ കാര്യം വരറിഞ്ഞത്. വലിയ സീനൊന്നും ഇല്ലായിരുന്നു. ഇവരെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നണേ ഇവര് സീന. പക്ഷെ ഇവര് കിടന്ന് അലച്ചു, നീയിപ്പോ ഹൈഡാക്കിയിട്ട് എവിടെയൊക്കെ പോകുമെന്തോ എന്നൊക്കെ പറഞ്ഞ്, അങ്ങനെ ഹൈഡാക്കിയിട്ട് എവിടെയൊക്കെ പോകുമെന്നൊക്കെ പറഞ്ഞ് ആ ശംഖുവത്ത് പോയതാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും മറക്കാത്തൊരു കാര്യം. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എൻ്റെ ഹസ്ബൻഡിന് എന്നെ കുറിച്ച് വലുതായിട്ടൊന്നും അറിഞ്ഞൂടെ. എൻ്റെ അമ്മ ഒരുപാട് ദിവസം ആയില്ലല്ലേ? ഇപ്പൊ എത്ര ഇതായി? 6 മാസമെങ്കിലും ആവും. 6 മാസം ആവൂല. കല്യാണം കഴിഞ്ഞിട്ട് എത്ര മാസമായി? 3 മാസം. 6 മാസം 6 മാസമൊന്നും ആവൂല. ഒരുപാട് അടുപ്പായിട്ട് നിങ്ങൾ. അപ്പൊ ഞാൻ 1 വർഷത്തോടെ കഴിഞ്ഞിട്ട് താൻ മാത്രമുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. അന്നത്തെ ഉത്തരം ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചിലങ്കിയൊക്കെ കേട്ട് ഇങ്ങനെയൊക്കെ വരെ ഒരു ശൂലമൊക്കെ ഉണ്ട്. ശൂലം കിട്ടിയില്ലെങ്കിൽ മറ്റേ ഇത് കൊണ്ടുവരും, ഒരു എന്തൊരു കമ്പ്, ട്രൈപോഡ്. ഓക്കെ, സോ അപ്പൊ അത്രേ ഉള്ളു ഗൈസ്. അപ്പൊ നിങ്ങൾ പറയുന്നതിൽ ഏറ്റവും കൂടുതൽ എന്നെ ഇവർക്ക് ആർക്കാണ് എന്നെ അറിയാന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇവർക്കൊന്നും എന്നെ കുറിച്ചൊന്നും ഐ ആം റീത്ത. ഞാൻ റീത്തയാണ് ഗൈസ്. റീത്ത ഉണ്ട് ഇല്ല, ഉണ്ട് ഇല്ല, ഞാൻ അതാണ്. സോ അപ്പൊ അത്രേ ഉള്ളു ഗൈസ്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ